വലിയ ഇൻകത്തെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. ശരിയല്ല, ചെറിയ ഇൻകത്തെ കുറിച്ചാണോ പറഞ്ഞത്? അല്ല. ആഴ്ചയിൽ 2,10,000 അതൊരു ചെറിയ തുകയാണോ? ആഴ്ചയിൽ 2,10,000 എന്ന് പറയുമ്പോൾ അത് സ്ഥിരമായിട്ട് എല്ലാ ആഴ്ചയും വിറ്റാണെങ്കിൽ വർഷം 1 കോടി രൂപയ്ക്ക് മുകളിൽ വരും. ഞാൻ ആദ്യം 2015 ഇത് കേട്ട സമയത്ത് ഞാൻ കരുതിയത് ജന്മത്തിൽ നടക്കുകയാണ്, ഒരിക്കലും കിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിച്ചത്. പക്ഷെ ദൈവാനുഗ്രഹത്താൽ 2017 ജൂൺ മാസത്തിൽ എൻ്റെ അക്കൗണ്ടിൽ 2,10,000 ഇന്ന് 11 വർഷം കഴിഞ്ഞ് 12ാമത്തെ വർഷത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് ചെറുത് വലുതായ ടീമൊക്കെ ഉണ്ട്. തുടക്കത്തിൽ ഒത്തിരി കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. ഇത് വർക്കൗട്ട് ആവോ, ഇത് പൂട്ടിപ്പോവോ, 6 മാസത്തിലപ്പുറം ഈ കമ്പനി ഉണ്ടാവോ, ഇത് എന്നിട്ടിപ്പോൾ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതാണോ, അത്തരം നിരവധി സംശയങ്ങൾ ഉണ്ടായിരുന്നു. മെല്ലെ മെല്ലെയാണ് മാറിയത്. ഇന്നൊരു സന്തോഷവാർത്ത പറയാം. ഈ ഹാളില് ഈ കമ്പനിയിലൂടെ 1 ലക്ഷം വാങ്ങിയ ആളുമുണ്ട്, 1 കോടി രൂപ വാങ്ങിയ ആളുമുണ്ട്. ഏറെക്കുറെ 10-15 കോടി രൂപയ്ക്ക് അടുത്ത് ഈ ബിസിനസ്സിലൂടെ സമ്പാദിച്ച ആൾക്കാരെ നിങ്ങൾക്ക് ഈ ഹാളിൽ കാണാൻ വേണ്ടി പറ്റും. പ്രിയപ്പെട്ടവരെ, എന്റെ കഴിഞ്ഞ 11 വർഷത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് ആർജവത്തോടുകൂടി പറയാൻ പറ്റും, ഒരാൾക്ക് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിലേക്ക്, ഒരാൾക്ക് മൈലേജ് സ്റ്റൈൽ ബിസിനസ്സിലേക്ക് കടന്നു വരാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. ഈ ബിസിനസിന്റെ വളർച്ച തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഞങ്ങൾക്ക് 2015 ഞാൻ വരുന്ന സമയത്ത്, ഞാൻ ആക്ച്വലി ഒരു എക്സ് മിലിറ്ററി ആണ്. ഇവിടെ ആലക്കോടുള്ള ഒരു മലയോര മേഖലയിലെ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചതാണ്. ഞങ്ങൾ കുറെ മക്കളൊക്കെ ഉണ്ട്, 6 മക്കളുണ്ട്. ഞാൻ 5ാമത്തേതാണ്. 17ാമത്തെ വയസ്സിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ പട്ടാളത്തിൽ പോയതാണ്. +2 പഠിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ പല സഹപ്രവർത്തകരും ഈ ഹാളിലുണ്ട്. വളരെ നല്ല പ്രൊഫഷൻ. ചെറിയ പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് സർക്കാർ ശമ്പളം വാങ്ങിച്ചു തുടങ്ങിയതാണ്. പക്ഷെ ഞാനവിടെ അത്ര ഓക്കെ ആയിരുന്നില്ല, ഹാപ്പി ആയിരുന്നില്ല. കാരണം ഒരു മിലിറ്ററി ലൈഫിലൊക്കെ സ്വാതന്ത്ര്യം വളരെ കുറവാണ്. എപ്പോൾ എഴുതുന്ന എപ്പോൾ ഓർമ്മ എല്ലാം പറയാൻ ആൾക്കാരുണ്ട്. ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് അപ്പനോട് പറയായിരുന്നു, ചാച്ചാ എനിക്ക് ഈ ജോലി ശരിയാവില്ല, രാജിവെക്കണം. അപ്പൊ പറഞ്ഞു, മോനെ ശമ്പളം കിട്ടുമ്പോൾ എല്ലാ പ്രശ്നവും ചെയ്യും. അങ്ങനെ ശമ്പളക്കാരനായി 2001 ഫുൾ ശമ്പളമൊക്കെ വാങ്ങിച്ചു തുടങ്ങി. ഞാൻ അവിടെ കണ്ടൊരു രീതി, ഞങ്ങളെ പോലെ 1-ാം തീയതി ശമ്പളം വാങ്ങുന്നവരുടെ പോക്കറ്റ് 5-ാം തീയതി ആകുമ്പോഴത്തേക്ക് കാലിയാവും. പ്രത്യേകിച്ച് കല്യാണം കഴിച്ച ആൾക്കാരൊക്കെ വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് തികയുന്നില്ല. വീടിന്റെ വാടക ഉണ്ടാവും, ചിലപ്പോൾ വീടിന്റെ ലോൺ ഉണ്ടാവും, മക്കളുടെ ട്യൂഷൻ ഫീസും മക്കളുടെ സ്കൂളിലെ ഫീസും, പച്ചക്കറി കടയിൽ ഞങ്ങൾ മാസം പറ്റുണ്ടാവും, പലചരക്കടയിൽ ഉണ്ടാവും, പാലിന്റെ പൈസ, പത്രക്കാരന്റെ പൈസ, കറണ്ട് ബില്ല്, ചിട്ടി, കുടി, KSF ഇതെല്ലാം കൂടെ അടച്ചു കഴിയുമ്പോഴത്തേക്ക് വരുമാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വരുമാനമുണ്ട്, ചെലവ് കൂടുതലാണ്. 15-20 വർഷമൊക്കെ സർവീസ് ചെയ്ത് ഞങ്ങൾ